അതായത് രാത്രി ആയി കഴിഞ്ഞാൽ പുഴയിലേക്ക് ആരും ഇറങ്ങില്ല, അതായത് ജലസ്രോതസ്സുകളിലേക്ക് ആരും ഇറങ്ങിച്ചെല്ലില്ല എന്നൊരു തെറ്റിദ്ധാരണ ഏത് കാലത്താണ് ഉണ്ടായത് എന്ന് കബനിയിൽ രാത്രി 8 മണിക്ക് പോയി കുളിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് രാത്രി 8 മണി സമയത്ത് ഒരു ജലസ്രോതസ്സിൽ കെണി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാതെ തരമില്ല. ഏതായാലും ആ ഒരു സാഹചര്യത്തില് വിട്ടു, നമ്മുടെ അനന്തു നഷ്ടപ്പെട്ടു. അനന്തു എത്ര നല്ലവനായിരുന്നു, എത്ര മിടുക്കനായിരുന്നു. അവന്റെ ഒപ്പം പഠിച്ച കുട്ടികളുടെ കണ്ണീർ പ്രവാഹത്തിൽ നിന്ന്, അവരുടെ മുഖത്തെ ആ ദൈന്യഭാവത്തിൽ നിന്ന്, അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ സങ്കടത്തിൽ നിന്ന്, അവർ പറയുന്ന കഥകളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതായത് വരുന്ന തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമായിരുന്ന നല്ലവരിൽ നല്ലവനായ ഒരു 10ാം ക്ലാസ്സുകാരൻ ആയിരുന്നു അനന്തു എന്ന്.